പല ബിസിനസ്സുകാരും എന്നോട് ചോദിക്കാറുണ്ട്, രാപ്പകൽ അധ്വാനിക്കുന്നുണ്ട്, പക്ഷേ വരുമാനം കൂടുന്നില്ല. ഇപ്പോൾ തന്നെ ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഒരു ബിസിനസ്സുകാരൻ വിളിച്ചിട്ട് ഇതേ കാര്യമാണ് ഞാൻ പറയാൻ തീരുമാനിച്ച ഇതേ കാര്യത്തെ ഇപ്പൊ ഡിസ്കസ് ചെയ്തേ ഉള്ളൂ. ബിസിനസ് ഇത്ര സമയം ഞാൻ ജോലി ചെയ്യുന്നുണ്ട്, എന്തൊക്കെ ചെയ്യുന്നുണ്ട്, എത്ര ആൾക്കാരുണ്ട്, പക്ഷെ വരുമാനം കൂടുന്നില്ലല്ലോ എന്ന് വെച്ചാൽ ലാഭം കൂടുന്നില്ലല്ലോ എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. സുഹൃത്തുക്കളെ, ഉത്തരം വളരെ ലളിതമാണ്. നമ്മുടെ ബാങ്ക് ബാലൻസ് നമ്മുടെ അധ്വാനത്തിന്റെ മാത്രം ഫലമല്ല എന്ന് തിരിച്ചറിയുക. മറിച്ച് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളുടെ ഗുണനിലവാരത്തിന്റെ ഫലമാണ് എന്നുള്ള ഒരു തിരിച്ചറിവ്. ഡിസിഷൻ പവർ ഈസ് ഈക്വൽ ടു ഇൻകം പവർ എന്ന് പറയുന്ന വലിയ കോൺസെപ്റ്റിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത്. പുതിയ തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങൾ ഭയപ്പെടുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള അവസരമാണ് നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നത്. ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെ ശരിയായ തീരുമാനങ്ങളിലൂടെ നിങ്ങളുടെ ബിസിനസ്സും വരുമാനവും അടുത്ത തലത്തിലേക്ക് കൊണ്ടുപോകാം എന്ന് നമുക്ക് നോക്കാം. വെൽക്കം ടു ബിസിനസ് മാസ്റ്ററി ഹബ്ബ്. ഞാൻ ദിനേഷ് മുങ്ങത്ത്, യു എ എന്നുള്ള എന്റർപ്രണറാണ്, അതുപോലെ ഓത്തറാണ്, ബിസിനസ് കോച്ചാണ്. എന്താണ് ഡിസിഷൻ പവർ എന്ന് പറയുന്നത്? എന്താണ് യഥാർത്ഥത്തിൽ ഒരു ഡിസിഷൻ പവർ എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ എത്രത്തോളം അധ്വാനിക്കുന്നു എന്നതിനേക്കാൾ എത്രത്തോളം നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുന്നു എന്നതാണ് നമ്മുടെ ബിസിനസ് വളർച്ച നിശ്ചയിക്കുന്നത്. ഇതൊന്ന് ആലോചിച്ച് നോക്കാം. ഒരു സാധാരണ തൊഴിലാളി അവന്റെ സമയത്തിന്റെ ടൈമിന് പകരമായാണ് പണം വാങ്ങുന്നത് എന്ന് ഞാൻ ഇതിനു മുമ്പ് 2 വീഡിയോ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് ടാഗ് ചെയ്തേക്കാം, നിങ്ങൾക്ക് ഒന്നുകൂടി അത് നോക്കണം. രണ്ടും കൂടി കണക്ട് ചെയ്ത് പോകുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും. പിന്നെ ഞാൻ പറഞ്ഞു വരുന്ന കാര്യങ്ങൾ പുതിയതായിട്ടുള്ള ഒരു തിയറിയൊന്നും അല്ല, നിങ്ങൾ സ്ഥിരമായിട്ട് അനുഭവിച്ചു വന്ന കാര്യങ്ങളാണ്. ഒരു ചെറിയ ഫൈൻ ട്യൂണിങ്ങിന് വേണ്ടി മാത്രമാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ 8 മണിക്കൂർ ജോലി ചെയ്താൽ അതിനുള്ള കൂലി ലഭിക്കും. എന്നാൽ ഒരു ബിസിനസ് ഉടമ പണം സമ്പാദിക്കുന്നത് തന്റെ തീരുമാനങ്ങൾക്ക്, അത് ഡിസിഷൻസിന് പകരമായാണ്. ഒരു തീരുമാനം ശരിയായാൽ നമ്മുടെ ബിസിനസ് കോടികളിൽ എത്തും എന്നുള്ളതാണ്. എന്നാൽ ഒരു തെറ്റായ തീരുമാനം അല്ലെങ്കിൽ തീരുമാനം എടുക്കാതിരിക്കുന്നത് പലപ്പോഴും നമ്മളെ തകർക്കുകയും ചെയ്യുമെന്നുള്ളത്. ഇവിടെയാണ് നമ്മുടെ വരുമാനത്തിന്റെ ഒരു പരിധി ഉണ്ടെങ്കിൽ അതിനർത്ഥം നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളുടെ മൂല്യം വർദ്ധിപ്പിക്കേണ്ട സമയമായി എന്നതാണ്. അപ്പോ ഈ ഡിസിഷൻ സ്പീഡ് എന്ന് പറയുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കണം. ഇത് രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. തീരുമാനമെടുക്കുന്ന വേഗതയാണ് പ്രധാനം എന്ന് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും മികച്ച ബിസിനസ്സുകാരെ നിരീക്ഷിച്ചാൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. അവർ തീരുമാനങ്ങൾ വളരെ വേഗത്തിലെടുക്കുക, ക്വിക്ക് ഡിസിഷൻസ് ആണ്. അത് മാറ്റേണ്ടി വന്നാൽ അത് വളരെ പതുക്കെ മാത്രം മാറ്റുന്നു എന്നുള്ളതും ഒന്ന് ക്ലോസ് വാച്ച് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. മറിച്ച് പരാജയപ്പെടുന്ന ബിസിനസ്സുകാരുടെ രീതി നേരെ തിരിച്ചാണ്. അവർ ഒരു തീരുമാനമെടുക്കാൻ ആഴ്ചകളോ മാസങ്ങളോ എടുക്കും, പക്ഷെ എടുത്ത തീരുമാനത്തിൽ ചെറിയൊരു തടസ്സം കണ്ടാൽ തന്നെ അതിൽ നിന്ന് പെട്ടെന്ന് പിന്തിരിയുകയും ചെയ്യും. ഓർക്കുക, വൈകി എടുക്കുന്ന നല്ല തീരുമാനത്തെക്കാൾ പലപ്പോഴും ഗുണം ചെയ്യുന്നത് വേഗത്തിലെടുക്കുന്ന ശരിയായ തീരുമാനങ്ങളാണെന്നുള്ളത്. കാരണം വേഗത്തിൽ തീരുമാനമെടുത്താൽ തെറ്റുകൾ തിരുത്താനും നിങ്ങൾക്ക് സമയം ലഭിക്കും എന്ന് മനസ്സിലാക്കുക. ഇവിടെയാണ് ഹൈ വാല്യൂ തീരുമാനങ്ങളെ പറ്റിയിട്ട് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ഊർജം എവിടെയാണ് ചെലവഴിക്കുന്നത്? ദിവസവും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി സമയം കളയുന്നവരാണോ നിങ്ങൾ എന്ന് ഒന്ന് കമന്റ് ചെയ്തേക്കാം. അപ്പോൾ അല്ല എന്നായിരിക്കും മിക്കവരുടെയും ഉത്തരം. നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിന് തൊട്ടു മുമ്പായിട്ട് എത്ര ഇൻസ്റ്റാ വീഡിയോവും, അല്ലെങ്കിൽ അനാവശ്യം എന്ന വാക്ക് ഞാൻ നിങ്ങൾക്ക് വിട്ടുതരുന്നു, എങ്കിലും നമ്മുടെ ബിസിനസ്സുമായി ബന്ധമില്ലാത്ത, ബിസിനസ് ഗ്രോത്തിന് ഗുണകരമാവാത്ത എത്ര വീഡിയോകൾ പാസ് ചെയ്തതിനു ശേഷമാണ് നിങ്ങളിവിടെ വന്നത് എന്നത് സ്വയം വിശകലനം ചെയ്തു കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ നമ്മളുടെ ഊർജം ചെലവഴിക്കുന്നത് എന്തിലാണ് എന്ന് വളരെ പ്രാധാന്യമുള്ളതാണ്. ഇപ്പൊ ഓഫീസിലെ കർട്ടന് നിറം മാറ്റുന്നതിന്, അല്ലെങ്കിൽ ചെറിയൊരു ബില്ല് പാസ്സാക്കുന്നത്, അല്ലെങ്കിൽ ഓഫീസിലെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഇടപെടുന്നുണ്ടോ ഇല്ലയോ എന്നൊന്ന് സ്വയം വിശകലനം ചെയ്യാം. ഇവിടെയാണ് ഹൈ വാല്യൂ ഡിസിഷൻസിന് പ്രാധാന്യം. നിങ്ങളൊരു ബിസിനസ് സ്കെയിൽ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഓട്ടോമേറ്റഡ് സിസ്റ്റം ബിൽഡ് ചെയ്യേണ്ട ആവശ്യമാണ്. ഈ അടുത്ത 5 വർഷത്തേക്ക് നിങ്ങളുടെ കമ്പനി എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് നിങ്ങൾ ഇപ്പോൾ തീരുമാനിക്കണം. ഇത്തരം തീരുമാനങ്ങളെയാണ് നമ്മുടെ ഇൻകം പവർ നിശ്ചയിക്കുന്നത്. ചെറിയ കാര്യങ്ങൾ മറ്റുള്ളവരെ ഏൽപ്പിക്കുക, ഡെലിഗേറ്റ് ചെയ്യുക എന്ന് പറയും. വലിയ കാര്യങ്ങളൊക്കെയായി നിങ്ങളുടെ ഡിസിഷൻ പവർ മാറ്റിവെക്കുക എന്നുള്ള പ്രക്രിയ. ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നിങ്ങൾ മാറ്റപ്പെടുത്തേണ്ട ഒരു പ്രധാന കാര്യമാണ് എന്ന് തിരിച്ചറിയുക.
ഇതിനെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പലർക്കും പ്രാക്ടീസ് ചെയ്തെടുത്തപ്പോൾ പലരുടെയും ബിസിനസ് വലിയ മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പൊ ഞാൻ തന്നെ നിങ്ങളോട് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ ബിസിനസ് ടൈമിനകത്താണ്. എന്ന് വെച്ചാൽ നോർമലി പണ്ട് ഞാൻ പോയി എൻ്റെ ബിസിനസ്സിൽ ഇൻവോൾവ് ചെയ്ത സമയത്ത് ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഈ ക്ലാസ് എടുക്കുന്നു. ആ ബിസിനസ് ഇന്ന് ഈ സമയത്ത് മറ്റുള്ളവരെ ഞാൻ ഏൽപ്പിച്ചത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് പകരം പലരെയും ഡെലിഗേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷമാണ് ബിസിനസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എനിക്കൊരൊറ്റ കാര്യം പറയാനുള്ളത്, കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ നിങ്ങളുടെ ബിസിനസ് മാറ്റാൻ ശേഷിയുള്ള ഏതെങ്കിലും ഒരു ചെറിയ തീരുമാനം അല്ലെങ്കിൽ ഒരു വലിയ തീരുമാനം നിങ്ങൾ എടുത്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ യെസ് ഒന്ന് അല്ലെങ്കിൽ നോ എന്നും താഴെ കമന്റ് ആയിട്ട് പറയും. സുഹൃത്തുക്കളെ, നമ്മുടെ വരുമാനം വർദ്ധിക്കണമെങ്കിൽ നമ്മുടെ തീരുമാനങ്ങളുടെ മൂല്യം കൂടി വർദ്ധിപ്പിക്കേണ്ടിയിരിക്കും. കഠിനാധ്വാനം ചെയ്യുന്നതോടൊപ്പം സ്മാർട്ടായി തീരുമാനങ്ങൾ എടുക്കാനും ശീലിക്കണമെന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സീരിയസ് ആയിട്ടുള്ള ബിസിനസ് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. കാരണം തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങൾ ഇത്തരം മാറ്റങ്ങളിലേക്ക് വിധേയനാകാൻ പോകുന്നു എന്നുള്ള കാര്യം നിങ്ങളുടെ സുഹൃത്തുക്കളും അറിയുമ്പോൾ നിങ്ങൾ എടുക്കുന്ന തീരുമാനത്തിൽ അവർക്കും അവരുടേതായ സപ്പോർട്ട് നിങ്ങൾക്ക് നൽകാൻ സാധിക്കും. അത് നിങ്ങളെ കൂടുതൽ ഉയർച്ചയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് തിരിച്ചറിയാം. അപ്പോൾ ഇത് നിങ്ങളെ വീട്ടിലും അല്ലെങ്കിൽ നിങ്ങളെ മറ്റുള്ളവർക്കും ഒക്കെ അറിയിച്ചു കൊടുക്കുക, ഇങ്ങനെയാണ് ഞാൻ ഇനി പോകാൻ പോകുന്നത് എന്ന്. ഇത്തരം കാര്യങ്ങളെ പറ്റി കൂടുതൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി ചേരാൻ താല്പര്യമുള്ളവർക്ക് താഴെ ഫ്രീ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ജോയിൻ ചെയ്തോളാം. നമുക്ക് ഇതുവരെ ഈ ഡിസ്കഷൻസ് അവിടെ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകാം. അപ്പൊ തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു ചെക്ക് ലിസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ കമന്റിൽ അറിയിക്കുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ചെക്ക് ലിസ്റ്റ് നിങ്ങൾക്ക് DM-ൽ ഞാൻ അയച്ചു തരുന്നതായിരിക്കും. അത് വേണ്ടവർ മാത്രം ഒന്ന് താഴെ കമന്റ് ആയിട്ട് ഇരിക്കുക. അപ്പോൾ വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ടത്, അടുത്ത വീഡിയോ വരെ നിങ്ങൾ നിങ്ങളുടെ ഡിസിഷൻ പവറിനെ ഇൻകം പവറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ താല്പര്യമുണ്ട് എങ്കിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്. ദിനേശ് മുങ്ങാത്ത് സൈനിങ് ഓഫ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.